എനിക്കിവിടെ ഒരു കുടംപുളി കിട്ടിയിട്ടുണ്ട്. ഇത് കുടംപുളി കാണാത്തവരും ഉണ്ടാവും, ഇതിൽ കണ്ടിട്ടുള്ളവരുണ്ടാവും, ഇതിൽ എല്ലാം കണ്ട് പരിചയമുള്ളവരുണ്ടാവും. പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു പുളിയാണ് ഇവിടെ കാണിക്കുന്നത്. മരത്തിൽ ഇഷ്ടം പോലെ പുളി ഇതാ കായ്ച്ചിട്ട് മൂത്തതും പഴുത്തതും പച്ചയും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കുടംപുളീൻ്റെ മരം. അപ്പോൾ ഈ മരത്തിൽ നിറയെ ഉണ്ട്, താഴത്ത് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് പഴുത്തിട്ട്. അപ്പം അതിലൊരെണ്ണമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മുമ്പൊന്നും മുമ്പ് ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ സാധനം എടുക്കുകയോ നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഉണങ്ങിയതൊക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പം കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. ഇങ്ങനെയാണ് പുളി. മരത്തിൽ കായ്ച്ച് നിൽക്കണ പുളിയാണ്. ഇഷ്ടം പോലെ ഉണ്ട് കായ. ഇപ്പോൾ ഈ മാസത്തിലാണ്, മിഥുനം കർക്കിടകത്തിലാണിത് പഴുക്കണ സമയം. അതായത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ്, ജൂൺ ജൂലൈ ആഗസ്റ്റിലാണിത് പഴുത്ത് വീഴാൻ തുടങ്ങുക. നല്ല വലിപ്പമുള്ള കായുണ്ട്, ചെറിയ കായുണ്ട്, പലതരത്തിലുള്ള കായ്കളുണ്ട് മരത്തുമ്മേൽ. ഇതിലൊരെണ്ണമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ടാണിത് പൊളിച്ച് നോക്കുന്നത്. അങ്ങനെ ഇതൊരെണ്ണം കൈ കിട്ടിയപ്പോൾ ഒന്ന് എല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇതൊരെണ്ണം നല്ല അല്ലി ആയിട്ടാണിത് ഉള്ളത്. ഇത് പൊളിച്ചിട്ട് ഓരോ അല്ലിയായിട്ട് വേർപെടുത്തിയെടുക്കണം. ഈ രൂപത്തിലാണിത് ഉണ്ടാവുക കായ. അപ്പം ഇത് പൊട്ടിച്ച് നോക്കാം. നടുവിലൊരു കുനിപ്പുണ്ടാവും. അങ്ങനെ ഇതെല്ലാം കൂടെ ഈ രൂപത്തിലാണ്, കായിൻ്റെ രൂപമാണിത്. ഓരോന്നും പൊളിച്ചെടുക്കുക. പൊളിച്ച് അതിൻ്റെ കുരുവാണിത്. ഉള്ളിൽ കുരു ഉണ്ടാവും. കുരുവൊക്കെ മാറ്റിയിട്ട് ഓരോരോ അല്ലിയായിട്ട് വേർപെടുത്തിയെടുക്കണം. ഓരോരോ അല്ലിയായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കുകയാണ്. ഇങ്ങനെ ഓരോ അല്ലി അടർത്തിയെടുത്തിട്ട് കോത്തിട്ടും കൊള്ളുന്ന രീതിയിൽ ചൂടത്ത് വെച്ചിട്ടാണിത് ഉണക്കിയെടുക്കുക. കാരണം ഈ മാസങ്ങളിൽ നല്ല മഴ ഉണ്ടാവുക. മഴയത്ത് ഇത് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ അടുപ്പിൻ്റെ മേലെ വിറക് കത്തിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടുള്ള അടുപ്പിൻ്റെ മേലെ പാകി വെച്ചിട്ടൊക്കെയാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. പുകയത്ത് കെട്ടി തൂക്കിയിട്ടും അടുപ്പിൻ്റെ നേരെ വിറക് കത്തുന്ന ഭാഗത്തൊക്കെ, ചൂടുള്ള ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുക്കുക. ഇങ്ങനെ ഓരോ അല്ലിയാക്കി അടർത്തിയെടുത്തതിന് ശേഷമാണ് ചൂട് കൊള്ളിക്കുന്നത്. അപ്പോൾ പുകയത്ത് ഇട്ട് ഉണങ്ങുമ്പോൾ, പുക കൊള്ളുമ്പോൾ ഇതിന് കറുപ്പ് കൂടുതലുണ്ടാവും. അല്ലാതെ ഉണങ്ങി കിട്ടുകയാണെങ്കിൽ അധികം കറുപ്പുണ്ടാവില്ല.